إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി അതനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന്
എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലത് മാത്രം പറഞ്ഞ് നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന റഹ്മാനായ റബ്ബിൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പള്ളികൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പള്ളി കമ്മിറ്റികൾ യോഗം കൂടുകയും കഴിഞ്ഞ തവണത്തെ റമദാനിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗംഭീരമായി ഇഫ്താർ സംഗമങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ കൂടിയാലോചിച്ച് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ റമദാനിലേക്ക് അല്ലാഹു തൗഫീക്ക് നൽകുകയാണെങ്കിൽ പ്രവേശിക്കുകയാണ്. ബാഹ്യമായ ഒരുക്കങ്ങൾക്കപ്പുറത്ത് മനസ്സുകൊണ്ട് ചില ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു വിശ്വാസി റമദാനിനെ സ്വീകരിക്കുമ്പോൾ ആ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധമാക്കുക എന്നുള്ളത്. ഹൃദയത്തിൽ നിന്നും മാലിന്യങ്ങളെല്ലാം എടുത്തു കളയണം. പകയാകുന്ന, വിദ്വേഷമാകുന്ന, വെറുപ്പാകുന്ന, വാശിയാകുന്ന ദുർഗുണങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടിയാണ് റമദാൻ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത്. കാരണം അത്രയ്ക്ക് മൂല്യമുള്ള, വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്നത്. നോക്കൂ, മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം സ്വഹാബി ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമദാൻ? ഓ ഇബ്നു മസ്ഊദ്, എങ്ങനെയായിരുന്നു നിങ്ങൾ സ്വഹാബികൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേറ്റിരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഖാല മാ കാന അഹദുനാ യജ്റഉ അല ഇസ്തിഖ്ബാലിൽ ഹിലാലി വഫീ ഖൽബിഹി ദർറതു ഹിഖ്ദൻ അലാ അഖീഹിൽ മുസ്ലിം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളിൽ ഒരാളും മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിൻ്റെ ഒരംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് റമദാനിൻ്റെ മാസപ്പിറവിയെ സ്വീകരിക്കാൻ ധൈര്യപ്പെടാറില്ലായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാർ വരവേറ്റിരുന്നത് അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം സഹോദരൻ്റെ വിഷയത്തിൽ ഒരല്പം പോലും വിരോധം വയ്ക്കാതെ നല്ല മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ടായിരുന്നു പരിശുദ്ധമായ റമദാൻ മാസത്തെ അവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യമായി തന്നെ നമ്മൾ ഈ ഒരു മാസം റമദാന് മുന്നോടിയായിട്ടുള്ള ഇനി അല്പ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് നല്ല ഒരു ഇണക്കത്തോടെ, ഒരു മാനസികമായ ഒരു സന്തോഷത്തോടു കൂടി പരിശുദ്ധമായ റമദാൻ മാസത്തിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാകണം. റമദാനിൽ ധാരാളം ഇബാദത്തുകൾ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് സ്വസ്ഥമായ ഒരു മനസ്സ് വേണം, ആരോഗ്യമുള്ള ഒരു ശരീരം വേണം,
ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല, ബ്ലാങ്കായിട്ടിരിക്കണം. അത്രയ്ക്കും ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം നമ്മൾ റമദാനിൽ പ്രവേശിക്കേണ്ടത്. റമദാനിൽ പ്രത്യേകമായി വിശ്വാസികൾ ശ്രദ്ധിക്കുന്ന ഒരു ആരാധനയാണ് നോമ്പ്. ആ നോമ്പ് ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു മാസമാണ് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് റമദാൻ മാസത്തിലാകുന്നു. ആ റമദാൻ മാസത്തിൽ ഖുർആൻ ഇറക്കിയ കാരണത്താൽ ആ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ആ മാസത്തിൽ ആരെങ്കിലും സാക്ഷിയാണെങ്കിൽ അവൻ നോമ്പെടുക്കണം. ഫൽസിംഹു, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ആ മാസത്തിൽ ജീവിച്ചിരുന്നാൽ നോമ്പെടുത്തേ മതിയാവുകയുള്ളൂ. പിന്നീട് അല്ലാഹു പറയുന്ന, വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണ് എങ്കിൽ മറ്റൊരു ദിവസം ആ നോമ്പ് വീട്ടുക. യാത്രക്കാരന് ഇളവുണ്ട്, അതേപോലെ രോഗിക്കും ഇളവുണ്ട്. യാത്രക്കാരന് ആ യാത്രയിലൂടെ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ല, ശാരീരിക പ്രയാസം ഉണ്ടാവുകയില്ല എന്നുറപ്പാണെങ്കിൽ യാത്രക്കാരൻ നോമ്പെടുക്കുന്നതാണ് നല്ലത് എന്ന് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന വേളയിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അതുകൂടി സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഇളവുണ്ട്, കഴിയുമെങ്കിൽ നോമ്പെടുക്കുക. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി നിങ്ങളെ ഞെരുക്കി ബുദ്ധിമുട്ടിക്കാനല്ല. ഇസ്ലാം ദീൻ എളുപ്പമുണ്ടാക്കുന്ന മതമാണ്, എളുപ്പത്തിൻ്റെ മതമാണ്, പ്രയാസമില്ല. ബുദ്ധിശക്തിയുള്ള പ്രായപൂർത്തിയെത്തിയവരാണ് നോമ്പെടുക്കേണ്ടത്. അതിൽ രോഗം കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് ആ രോഗം മാറിയതിനു ശേഷം നോമ്പ് വീട്ടാം. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ പരിഹാര മാർഗങ്ങൾ വേറെയുണ്ട്. ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ഒരിക്കലും ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യമില്ല എന്നുറപ്പുണ്ടെങ്കിൽ. യാത്രയിൽ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് യാത്രക്കാരന് അതിൻ്റെതായ ഇളവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. ആ നോമ്പിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിക്കൊണ്ട് നോമ്പെടുക്കാൻ കഴിയണം. അല്ലാതെ കാലത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ കാണാറുണ്ട് ചില സമരങ്ങൾ, ചില പ്രതിഷേധ റാലികൾ പോകുമ്പോൾ വഴിയിലൊക്കെ നിൽക്കുന്നവരിങ്ങനെ കണ്ട് അതിനോട് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒപ്പം പോകാറുണ്ട്. പല ആളുകൾക്കും എന്തൊരു ഉദ്ദേശത്തിലാണ് ഈ റാലി അല്ലെങ്കിൽ ഈ ജാഥ പോകുന്നതെന്ന് പോലും അറിയില്ല. അതുപോലെ റമദാൻ മാസമാണ്, മുസ്ലിങ്ങളെല്ലാം നോമ്പെടുക്കുന്നു, ഞാൻ ആ സൊസൈറ്റിയിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാനും നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന രൂപത്തിലല്ല. മറിച്ച് നോമ്പൊരു വിശ്വാസിക്ക് പ്രദാനം ചെയ്യുന്ന ഗുണങ്ങൾ, ഇരു ലോകത്തുമുള്ള ഗുണങ്ങൾ, അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നോമ്പനുഷ്ഠിക്കാൻ കഴിയണം. എന്താ നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം? നിരന്തരമായി നമ്മൾ കേൾക്കാറുള്ളതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളോടായിട്ടാണ് പറയുന്നത് നിങ്ങൾ നോമ്പെടുക്കണമെന്ന്. സത്യവിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ നോമ്പെടുക്കണം. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, മുൻ സമുദായങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ നേടാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി തീരുന്നതിന് വേണ്ടിയാണ്. ആ തഖ്വയാണ് പരിചരിച്ചെടുക്കേണ്ടത് നോമ്പിലൂടെ ഒരു മാസക്കാലം. എങ്ങനെയാ നോമ്പിലൂടെ തഖ്വ ലഭിക്കുന്നത്? അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു. രണ്ടുദാഹരണം.
കൈകൊണ്ട് അധ്വാനിച്ച നല്ല രുചികരമായ ഭക്ഷണം വീട്ടിലുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. ശക്തമായ ചൂടാണ്, ദാഹിച്ചു വലയുന്നുണ്ട്, ശരീരമാകെ വിറയ്ക്കുകയാണ്. വേണമെങ്കിൽ ആ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിക്കാം, ആരും കാണില്ല. എന്നിരുന്നാൽ പോലും എന്തു ചെയ്യുന്നു? ഒരു വിശ്വാസി അതിന് തയ്യാറാകുന്നില്ല റമദാൻ മാസത്തിൽ. എന്താ അപ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ എന്താ? ആര് കണ്ടില്ലെങ്കിലും ഞാൻ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ റഹ്മാനായ റബ്ബ് ഇത് കാണുന്നുണ്ട്, അതെനിക്ക് കുറ്റമാണ്, എൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും, ഞാൻ പാപിയായി തീരും, പരലോകത്ത് എനിക്ക് നഷ്ടം വരുമെന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യനുണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് റമദാൻ മാസത്തിൽ പ്രത്യേകമായി കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മഹർ കൊടുത്ത് വലിയിൽ നിന്ന് കരാറിലൂടെ സ്വീകരിച്ച ഭാര്യയുണ്ടൊപ്പം. എന്നാൽ റമദാനിന്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു. ഗൗരവപ്പെട്ട കാര്യമാകുന്നു അത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതിന് പരിഹാരമായി 2 മാസക്കാലം തുടർച്ചയായ നോമ്പ് വെച്ചു എന്നത് തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പകൽ സമയങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. 59 ദിവസം തുടർച്ചയായി പരിഹാരമായി നോമ്പെടുത്താൽ പോലും അതെങ്ങാണോ അടുത്ത ദിവസം നഷ്ടപ്പെട്ടു പോയാൽ, 60ാമത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും തുടർച്ചയായിട്ട് 2 മാസം നോമ്പെടുക്കണം. അതാണ് റമദാനിന്റെ പകലിനെ ഗൗരവമായി കണ്ടത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് തഖ്വ. ഏത് പ്രയാസം, ഏത് പ്രലോഭനം വന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക, അതാണ് പരിശീലിക്കുന്ന റമദാനിന്റെ 1 മാസക്കാലത്തെ നോമ്പിലൂടെ. ധാരാളം ഹദീസുകളിലൂടെ നോമ്പിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മുർനി ബി അംറിൻ യൻഫഉനി അല്ലാഹു ബിഹി. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രയോജനകരമായ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങ് എന്നോട് കൽപ്പിച്ചാലും, ഒരു കാര്യം അങ്ങ് എന്നോട് കൽപ്പിക്കണം, പക്ഷെ ആ കാര്യം എന്തായിരിക്കണം? അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് എന്തെങ്കിലും മൻഫഅത്ത്, പ്രയോജനമുണ്ടാകണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹു. നീ നോമ്പനുഷ്ഠിക്കുക, അതുപോലെ മറ്റൊന്നില്ല. അടിവരയിടേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രയോജനമുള്ളൊരു കാര്യം എന്നിൽ കൽപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ നീ നോമ്പെടുക്കുക, അതുപോലൊന്ന് മറ്റൊന്നില്ല. അപ്പം നോമ്പെടുക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൻ്റെ ആശയം അവരുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ മറ്റൊന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ആരാധനയാണ്, ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു തോന്നലുണ്ടാകണം. മാത്രമല്ല, നോമ്പനുഷ്ഠിക്കുന്നവന് കണക്കല്ലാത്ത പ്രതിഫലമാണ്. കണക്ക് വച്ചിട്ടില്ല. ഓരോ കർമ്മങ്ങൾക്കും ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഹദീസിൽ കാണാം, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളൈഫിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറയുന്നു, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. മനുഷ്യൻ ഒരു നന്മ പ്രവർത്തിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടി, പിന്നീട് 700 ഇരട്ടി വരെ എന്തുണ്ട്? പ്രതിഫലം നൽകുന്നുണ്ട്. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാൽ പറയുകയാണ്, ഇല്ല സൗം, നോമ്പിനൊഴികെ. നോമ്പല്ലാത്ത എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എങ്കിൽ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗണത്തിൽ നിന്ന് മാറ്റി. ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സീ ബിഹി, അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത്, കണക്കല്ലാതെ നൽകുന്നത് ഞാനാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു. അപ്പൊ എനിക്കുള്ള ഒരു ഇബാദത്താണ്, അത് എനിക്കുള്ളതാണ് എന്നും അതിന് പ്രതിഫലം നിശ്ചയിച്ച് നൽകുന്നത് ഞാനാണ് എന്ന്
റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ആരാധനയായ നോമ്പിനെയാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. മാത്രമല്ല, നോമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്ന, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന, മറ്റ് സന്ദർഭങ്ങളിൽ സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകമായ വാതിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ബാബൻ, നിശ്ചയമായും സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, യുഖാലു ലഹു അർ-റയ്യാൻ, റയ്യാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു വാതിലാണത്. യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ നോമ്പുകാരാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാതെ ഒരാളും ആ വാതിലിൽ കൂടി പ്രവിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. യുഖാലു, ആ വാതിൽക്കൽ വിളിക്കപ്പെടും, ഐന സ്സായിമൂൻ ഫയഖൂമൂൻ, ആ വാതിൽക്കൽ അല്ലാഹു ചുമതലപ്പെടുത്തിയ വിളിക്കപ്പെടും, നോമ്പുകാരെവിടെ, നോമ്പുകാരെവിടെ. അപ്പൊ നോമ്പുകാരായിട്ടുള്ള ആളുകൾ എന്തു ചെയ്യുന്നു? എഴുന്നേറ്റ് അതിലൂടെ പ്രവേശിക്കുകയാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, വീണ്ടും അടിവരയിട്ട് പറയുന്നു, ആ വാതിലിലൂടെ നോമ്പുകാരല്ലാതെ ആരും പ്രവേശിക്കുകയില്ല. ഫൈദാ ദഖലൂ ഉഗ്ലിക, അങ്ങനെ നോമ്പുകാർ മുഴുവനും അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, വീണ്ടും ഹദീസിൽ മൂന്നാമതായി പറയുന്നു, ഒരു പ്രതീക്ഷയും വേണ്ട, നോമ്പുകാരല്ലാതെ മറ്റാരും ആ വാതിൽക്കലൂടെ പ്രവേശിക്കുകയില്ല. 3 പ്രാവശ്യം ഒരേ കാര്യം പറയുകയാണ്. അപ്പൊ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം എന്ന താല്പര്യത്തിലൂടെ, എന്ന ആഗ്രഹത്തിലൂടെ നോമ്പുകാരാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നോമ്പുകാരൻ്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കുമെന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 70 വർഷത്തെ വഴിദൂരം നോമ്പുകാരൻ്റെ മുഖം നരകത്തിൽ നിന്ന് അകന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഏതൊരുവനാണോ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫ, അവൻ്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും. ഒരു ദിവസത്തെ നോമ്പ് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും. ജീവിതത്തിൽ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഏതെങ്കിലും നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ? ഈ നോമ്പിലൂടെ എനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഈ നോമ്പ് അനുഷ്ഠിക്കണം. കാരണം എന്താ? എൻ്റെ ഈ നോമ്പങ്ങാണം എൻ്റെ റബ്ബ് സ്വീകരിച്ചാൽ 70 വർഷത്തെ വഴിദൂരമാണ് നരകാഗ്നിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത് എന്ന ഒരു തോന്നൽ. അങ്ങനെ നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാന്ത്രികമായി നമ്മൾ നോമ്പെടുത്തു പോകുന്നു എന്നത് മാത്രം. നോക്കൂ, ഹദീസിൽ കാണാം, നരകം എന്താണ് എന്നത് ഹദീസിൽ കാണാം. അന്നല്ലാഹ യഖൂലു ലിയഹ്വനി അഹ്ലിന്നാർ അദാബൻ ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ കുൻത തഫ്ദി ബിഹി ഖാല നഅം. ഹദീസിൽ കാണാം, നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ആളോട് അന്ത്യനാളിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കും. ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ഒരാളോട് അന്ത്യനാളിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം? ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായി ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ നരകശിക്ഷയ്ക്ക് പകരമായി അവ നൽകാൻ നീ തയ്യാറാകുമോ എന്ന് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, നഅം, അതെ, ഞാൻ തയ്യാറാകും. ദുനിയാവുണ്ടല്ലോ, ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിനക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നവനാണ്. ഈ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അതെല്ലാം പകരമായി നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ നൽകാമെന്ന് പറയുമ്പോൾ ദുനിയാവിലെ നിസാരമായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നരകത്തിൻ്റെ ശിക്ഷയെ തിരിച്ചറിയാതെ പാപങ്ങൾ ചെയ്ത് തെറ്റുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാലോചിക്കണം. ഒരു ദിവസത്തെ നോമ്പ്
നരകത്തിയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുമെങ്കിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് നോമ്പിനെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ കാണേണ്ടത്. നോമ്പൊരു പരിചയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പൊരു പരിചയമാണ്. യുദ്ധത്തിലേർപ്പെടുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശത്രുവിൻ്റെ വെട്ടും കുത്തുമേൽക്കാതിരിക്കാൻ പരിച ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലേക്ക് പരിക്കുകൾ സംഭവിക്കാതിരിക്കാൻ പരിച ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നോമ്പ് വിശ്വാസിക്ക് ഒരു പരിചയമാണ്. നരകത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്, പരിചയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിയാമു ജുന്നത്തുൻ, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയമാണ്. യുസ്തജന്നു ബിഹൽ അബ്ദു മിനന്നാർ, ഒരടിമ അത് ഉപയോഗിച്ച് നരകത്തിൽ നിന്ന് പരിരക്ഷ തേടുന്നു. അപ്പൊ നോമ്പൊരു പരിചയമാണ്. അടിമ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, രക്ഷ തേടുന്നു, പരിരക്ഷ തേടുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് മനസ്സിലാക്കേണ്ടത്, ഓരോ നോമ്പും നമ്മൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വവും പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വശംവദനായിക്കൊണ്ട് ചെയ്ത നമ്മുടെ പാപങ്ങൾ മാച്ചു തരുന്നുണ്ട് ഓരോ നോമ്പും. ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വിശ്വാസത്തോടുകൂടിയും റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നുള്ള അതിയായ താല്പര്യത്തോടുകൂടിയും ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എൻ്റെ പാപങ്ങൾ ഈ നോമ്പിലൂടെ പൊറുക്കുകയാണ് എന്ന ചിന്ത നമുക്ക് നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകണം. നോമ്പിൻ്റെ ദാഹവും നോമ്പിൻ്റെ ക്ഷീണവും കാരണം ഒരു മൂലയിൽ കിടന്നുറങ്ങേണ്ടവരല്ല. ഇത്തരത്തിലുള്ള പല ചിന്തകൾ സമ്മിശ്രമായി നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുക എന്നുള്ളതല്ല. സമയമായി കഴിഞ്ഞാൽ, ഇസ്ലാം ദീൻ പറഞ്ഞ ഒരു സമയമുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ യാത്ര ഒന്ന് തീരട്ടെ, ഒന്ന് ഇറങ്ങട്ടെ, യാത്ര ഒന്ന് അവസാനിക്കട്ടെ. രാവിലെ മുതൽ ഇതുവരെയും സഹിച്ചിരുന്നല്ലോ, പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിലെത്തി സമാധാനമായി നോമ്പ് തുറക്കാം. അതല്ല ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഒരിക്കലും പാടില്ല. പിന്നീടോ ഒരു 5 മിനിറ്റ് അധികം എടുക്കുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. എന്താ? സമയമെങ്ങാണം അപ്പുറത്ത് 5 മിനിറ്റ് കഴിഞ്ഞു പോയാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് തുറക്കാൻ ഒരു സമയം നീട്ടിവെക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. സമയമായാൽ ധൃതി കാണിക്കണം. യാത്രയിലാണെങ്കിൽ ആ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളുമായി നമ്മൾ വാഹനത്തിൽ കയറണം. ഹദീസിൽ കാണാം, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, അഹബ്ബു ഇബാദി ഇലയ്യ അഅ്ജലുഹും ഫിത്ര, എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായവൻ സമയമായ ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നവനാണ്. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എൻ്റെ അടിമകളിൽ റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അള്ളാഹു പറയാണ്, എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നോമ്പ് തുറക്കാൻ സമയം നീട്ടിവെക്കുന്നവരല്ല, മറിച്ച് സമയമായ ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നവനാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, 3 കാര്യങ്ങൾ നുബൂവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. 1, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കൽ. 2, അത്താഴം വൈകിപ്പിക്കൽ. 3, നമസ്കാരത്തിൽ ഇടത് കൈയിന്മേൽ വലത് കൈ വയ്ക്കൽ. അപ്പം നോമ്പ് തുറക്കാൻ പെട്ടെന്ന് സമയമായ ധൃതി കാണിച്ച് നോമ്പ് തുറക്കുക, അതൊന്ന് പ്രവാചകത്വത്തിൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ്. 2, അത്താഴം നമ്മുടെ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഉണരുമ്പോൾ എഴുന്നേറ്റ് കഴിക്കുക എന്നുള്ളതാണ്. പരമാവധി അത് വൈകിപ്പിച്ച് പോകണം. ഫജറിൻ്റെ ബാങ്കിനും ഒരു 15 മിനിറ്റ് മുമ്പാണ് അതിൻ്റെ ഒരു അഫ്ളലായ സമയമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ അത്താഴത്തെ വൈകിപ്പിച്ചുകൊണ്ട് സമയമാവുമ്പോൾ നോമ്പ് തുറക്കുക എന്നുള്ളത് നുബുവത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. 3-മതായി പറഞ്ഞത് നമസ്കാരത്തിൽ ഇടത് കൈയിന്മേൽ വലത് കൈ വയ്ക്കൽ. അപ്പം നുബൂവത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അത്താഴം കഴിക്കലും നേരത്തെ നോമ്പ് തുറക്കലും എന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെയായിരുന്നു നോമ്പ് തുറക്കേണ്ടത്? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നമസ്കരിക്കുന്നതിന് മുമ്പായി ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. ഈത്തപ്പഴം ലഭിച്ചില്ലെങ്കിൽ ഏതാനും കാരക്കകൾ കൊണ്ട്, കാരക്കയും ലഭിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് അല്പം വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ആ സുന്നത്ത് നമ്മൾ പിൻപറ്റണം. കാരക്കയും ഈത്തപ്പഴവും വെള്ളവും കൊണ്ട് നോമ്പ് തുറക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിന് അനുധാവനം ചെയ്യേണ്ട, മാതൃകയായി സ്വീകരിക്കേണ്ട വ്യക്തിത്വമാണ്. ഞാൻ പ്രവാചകന്റെ അനുയായിയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് നോമ്പ് തുറക്കാൻ നമുക്ക് സാധിക്കണം. പിന്നീടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പുകാരന് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്സാഇമി ഫർഹത്താൻ. സ്വഹാബത്തെ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, യഫ്റഹു മാ ഇദാ അഫ്തറ ഫരിഹ. ദാഹവും വിശപ്പും സഹിച്ച് ഇഫ്താറിന്റെ സമയമാകുമ്പോൾ, മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ, ആദ്യ വെള്ളം ആമാശയത്തിൽ വീഴുമ്പോൾ, ആ ഈത്തപ്പഴത്തിൻ്റെ അംശം ആമാശയത്തിലേക്ക് പോകുമ്പോൾ, ആ നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷം, അത് ആവോളം ആസ്വദിച്ചവരാണ് നമ്മൾ. രണ്ടാമത്, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. നാളെ പരലോകത്തെത്തുമ്പോൾ റഹ്മാനായ റബ്ബ് മറ നീക്കിക്കൊണ്ട് തൻ്റെ അടിമകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയുന്ന അടിമയ്ക്ക് ലഭിക്കുന്ന സുന്ദരമായ മനോഹരമായ ഒരു നിമിഷം, അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷമാണ്. നോമ്പുകാരനത് ലഭിക്കും. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് സന്തോഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ എന്ത് നടക്കണം? നല്ല രൂപത്തിൽ ഇഫ്താറും നടക്കണം. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുകയുള്ളൂ, അള്ളാഹുവിനെ കാണാൻ കഴിയുകയുള്ളൂ. കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യമില്ല. റബ്ബിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാകണം. സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും റബ്ബേ, എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. ദാഹം ശമിച്ചു, ഞരമ്പുകൾ കുളിർത്തു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ലഭിക്കും. ആഹാരം ഇങ്ങനെ കിട്ടുമ്പോൾ, മുന്നിൽ വരുമ്പോൾ, ആ സമയമാകുമ്പോൾ റബ്ബിനെ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ ഇഫ്താറിനുള്ള വിഭവങ്ങൾ വരെ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിക്കാൻ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്താണ്. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സന്തോഷത്തിലും ഈ പ്രാർത്ഥന നടത്താൻ മറന്നു പോകാൻ പാടില്ല എന്നത് എല്ലാ സഹോദരങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഈ അറിവോടുകൂടി പ്രതിഫലം ലഭിക്കണമെന്നുള്ളൊരു താല്പര്യവുമായി നോമ്പെടുക്കാൻ കഴിയണം. അല്ലാതെ എന്ത് ചെയ്യുന്നു? പ്രഭാതോദയം മുതൽ പ്രദോഷം വരെ കുറേ കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാതെ പട്ടിണിക്കിരിക്കുക എന്നുള്ളതല്ല നോമ്പ്. മറിച്ച് വളരെ സന്തോഷത്തോടുകൂടി, പ്രതിഫലയോച്ചയോടുകൂടി ഈ ഹദീസിലൂടെ നോമ്പുകാരന് ലഭിക്കുമെന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി നോമ്പെടുക്കുവാൻ വേണ്ടി മാനസികമായി ഇപ്പോഴേ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പുകൾ അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യഖുൽ ലഹു കുഫുവൻ അഹദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വബഅദ ഫീഹി. ഉസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സഹോദരങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. നോമ്പിനോടൊപ്പം തന്നെ വിശ്വാസികൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈൽ എന്നത്. ഇബ്നു റജബ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, യഅലം അന്നൽ മുഅ്മിന
യജ്തമിഉ ലഹു ഫീ ശഹ്രി റമളാന ജിഹാദാനി ലിനഫ്സിഹി. ഇബ്നു റജബ് റഹ്മഹുല്ലാ പറയുകയാണ്, അറിയണം, ഒരു സത്യവിശ്വാസിക്ക് റമളാനിൽ സ്വന്തത്തോട് ജിഹാദാൻ, 2 ജിഹാദുകൾ, 2 ധർമ്മസമരങ്ങൾ ചെയ്യാനുണ്ട്. അത് രണ്ടും ഒത്തുചേരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒന്നാമതായി ജിഹാദും ബിന്നഹാരി അലസിയാം. ഒന്നാമത്തെ ജിഹാദ് പകൽ സമയം നോമ്പെടുത്തുകൊണ്ടുള്ള ജിഹാദാണ്. രണ്ടാമത് വജിഹാദും ബില്ലൈലി അലൽ ഖിയാം, രാത്രി, റമദാനിൻ്റെ രാത്രി സമയങ്ങളിൽ നിന്ന് നമസ്കരിക്കലാണ് രണ്ടാമത്തെ ജിഹാദ്. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈനി, ഈ 2 ധർമ്മസമരങ്ങളും ആരെങ്കിലും ഒരുമിച്ച് ചെയ്താൽ വവഫാ ബിഹുഖൂഖിഹിമാ, അതിൻ്റെ മുറപ്രകാരം ആ പകലത്തെ നോമ്പും രാത്രിയത്തെ നമസ്കാരവും നിർവഹിച്ചാൽ, വസബറ അലൈഹിമ, അങ്ങനെ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പകൽ നോമ്പും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം ക്ഷമ ആവശ്യമാണ്. അങ്ങനെ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ വഫി അജ്രിഹി ബിഗൈറി ഹിസാബ്, അവന് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. പകൽ നോമ്പെടുക്കാനും രാത്രി സുദീർഘമായി നിന്ന് നമസ്കരിക്കാനും ക്ഷമ ആവശ്യമാണ്. ആ ക്ഷമയോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആ ഹക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ നോമ്പും രാത്രി നമസ്കാരവും നിർവഹിച്ചാൽ കണക്കല്ലാത്ത പ്രതിഫലം ലഭിക്കും എന്നാണ് ഇബ്നു റജബ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്താഴം കഴിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഉറക്കത്തിൻ്റെ പ്രയാസവും ചിലപ്പോൾ രാവിലെ ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ പല ആളുകൾക്കുമുണ്ട്. ലഘുവായിട്ടെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും പ്രിയമുള്ളവരെ അത്താഴം കഴിക്കൂ. ഹദീസിൽ കാണാം, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, ഫഇന്ന ഫിസ്സുഹൂരി ബറക, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹമുള്ള ബറക്കത്തുള്ള ഒന്നാണ് അത്താഴം എന്നത്. ആ ബറക്കത്ത് എന്തിനാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്? ഒരു ഈന്തപ്പഴമാണ് കഴിക്കാൻ കഴിയുന്നതെങ്കിലും, 1/2 ഗ്ലാസ് വെള്ളമാണ് കുടിക്കാൻ കഴിയുന്നതെങ്കിലും മുടങ്ങാതെ അത്താഴം കഴിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി പരിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു മാസക്കാലം ചെയ്ത നല്ല നല്ല നന്മകളെക്കുറിച്ച് ആലോചിച്ച് സംതൃപ്തി അടയാനും അത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കൃത്യമായി വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. തിരക്കുകൾ നോക്കി തിരക്കുകൾ പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പണം കൊടുത്ത് ചാർജ് ചെയ്ത ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ദീന് കേൾക്കാൻ വേണ്ടി മാത്രമാകണം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ അർത്ഥവും കേൾക്കാനാകണം. മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കാം. ഇപ്പോൾ ഒരു വലിയ ഇലക്ഷൻ്റെ ചൂടിലേക്ക് പോവുകയാണ്. ഒരുപാട് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മണിക്കൂറുകൾ അതിനു മാത്രമായി കണ്ടും ആ വാർത്തകൾ കേട്ടും ചാനലുകൾ അടുത്തൊരു അജണ്ട കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളും അതിൻ്റെ പിന്നാലെ ഒരുപാട് മണിക്കൂറുകൾ റമദാനിൻ്റെ സമയങ്ങൾ പാഴിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ സമയം വിലപ്പെട്ടതായി കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മസ്ജിദിൻ്റെ സെക്രട്ടറിയുടെ ഉമ്മ വളരെ പ്രയാസം നിറഞ്ഞ ഒരവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ല പ്രതീക്ഷയുണ്ട്. നമുക്കെല്ലാം അത് അറിയാവുന്ന കാര്യമാണ്. ഈ ജുമാ ദിവസം പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബേ, എല്ലാ പ്രയാസങ്ങൾക്കും ശിഫ നൽകുന്നവനാണ് അല്ലാഹുവേ. നീ നിന്നുപോയി എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ അവയവങ്ങളെപ്പോലും പ്രവർത്തിപ്പിച്ചവനാണ് റബ്ബേ. നീ എത്രയും വേഗം ശിഫ നൽകുകയും ആ മക്കളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി മരണം വരെയും ജീവിക്കാനുള്ള തൗഫീക്ക് ആ ഉമ്മക്ക് അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണമേ. ഈ ഒരു പ്രയാസം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുകയും സജീവമായി നമ്മുടെ പള്ളിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീക്ക് ആ കുടുംബത്തിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب قريب يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم إنا نسألك الجنة يا رب العالمين اللهم إنا نسألك الجنة يا رب العالمين اللهم إنا نسألك الجنة يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.